അൽജാദ. ഷാർജ എമിറേറ്റിന്റെ തന്നെ പുതിയ യുഗപ്പിറവി എന്ന് വിശേഷിപ്പിക്കാവുന്ന അൽജാദ എന്ന ഈ ഒരു പ്രോജക്റ്റിന് നേതൃത്വം നൽകിയിട്ടുള്ളത് വൻകിട പ്രോപ്പർട്ടി റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ അറാദയാണ്. പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ അറാദ ഗ്രൂപ്പ് CFO മിസ്റ്റർ ഷിമ്മി മാത്യുവിൽ നിന്നും നമുക്ക് കേട്ടറിയാം. വെൽക്കം സർ. എന്താണ് ശരിക്കും അൽജാദ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്? ഓക്കെ, നമുക്ക് അൽജാദയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാം. ഇത് ഷാർജയിലെ ഏറ്റവും വലിയ മെഗാ പ്രൊജക്റ്റ് ആണ്, ഏറ്റവും വലിയ മാസ്റ്റർ ഡെവലപ്മെന്റ് ആണ്, ഏറ്റവും വലിയ ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും വലുത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യമായി ഇത് 25,000 ഭവനങ്ങളും 5,000-ഓളം കമേഴ്ഷ്യൽ ഓഫീസസുമുള്ള മിക്സ്ഡ് യൂസ്ഡ് പ്രൊജക്റ്റാണ്. അവിടെ നമുക്ക് ഹോസ്പിറ്റൽസ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, സ്കൂളുകളുണ്ട്, കമേഴ്ഷ്യൽ ഓഫീസസ് ഉണ്ട്, മറ്റു കൂടാതെ റെസിഡൻഷ്യൽ ഹൗസസ് ഉണ്ട്, അപ്പാർട്ട്മെന്റുകളും വില്ലകളും ഉണ്ട്. അത് കൂടാതെ റീറ്റെയിൽ F&B ഔട്ട്ലെറ്റ്സുകളുണ്ട്. കൂടാതെ വളരെ വലിയ വിസ്തൃതമായ ഒരു മോളും ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന ഒരു സിറ്റി വിതിൻ എ സിറ്റി ആണ് അൽജാദ. ഇത്തരമൊരു സിറ്റി വിതിൻ എ സിറ്റി വളരെ റെയറായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ. അത് നമ്മുടെ ഷാർജയിലാണ് എന്നുള്ളത് അഭിമാനകരമാണ്. കൂടാതെ ഇതിനെ ഇപ്പോൾ ആൾക്കാർ ന്യൂ ഷാർജ എന്ന് വിളിക്കുന്നു, ചില ആൾക്കാർ ഡൗൺ ടൗൺ ഓഫ് ഷാർജ എന്ന് വിളിക്കുന്നു. ഡിഫറെന്റ് പേരുകളാണ് നമുക്ക് കാണാവുന്നത്. അപ്പൊ ഈ അൽജാദയുടെ ഒരു മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ഒരു ഐഡിയ എന്തായിരുന്നു ഇതിന്റെ പിന്നിലുണ്ടായിരുന്നത്? ഇതിന്റെ മാസ്റ്റർ പ്ലാൻ വുഡ്സ് ബാഗറ്റ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ ആർക്കിടെക്ചർ ഫേം ആയിരുന്നു ആദ്യം ചെയ്തത്. അതിനുശേഷം പിന്നീട് ബാക്കി നമ്മളും മറ്റ് ആർക്കിടെക്ട്സുകളും കൂടിയിട്ട് ഫർദർ ഡെവലപ്പ് ചെയ്തു. ബട്ട് ദിസ് ഈസ് യു ക്യാൻ സീ ദാറ്റ് ദ വേ ഇറ്റ് ഈസ് ഡെവലപ്ഡ്. ഓക്കെ, അതിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ പുറത്തേക്ക് എൻട്രി എക്സിറ്റ് വേസ്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തപ്പോൾ ആദ്യം ഷാർജയിൽ നിന്നുള്ള ലോക്കൽസ് ആയിരുന്നു ആദ്യം ആയിക്കൊണ്ടിരുന്നത്. പിന്നീട് അതിന് മാറ്റം വന്നു. സ്ലോലി ഇന്ത്യൻസും മറ്റ് നാഷണാലിറ്റികളും ഇതിനെക്കുറിച്ച് പഠിച്ചു വന്നപ്പം ദേ അണ്ടർസ്റ്റുഡ് ഓക്കെ ദിസ് എൻ ഇൻട്രസ്റ്റിംഗ് പ്രൊജക്റ്റ്. അങ്ങനെ പതുക്കെ ഇന്ത്യക്കാർ മാത്രമല്ല എല്ലാ നാഷണാലിറ്റി, ഇപ്പം ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള നാഷണാലിറ്റീസും നമുക്ക് ഈ പ്രൊജക്റ്റിൽ വാങ്ങുന്നുണ്ട്. സർ പറഞ്ഞ പോലെ 1/5 ഒരു ഏരിയ മാത്രമാണ് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ളത് കൺസ്ട്രക്ഷന്റെ, അല്ലേ? ഇപ്പൊ അൽജാദയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാ കാണാൻ പറ്റുക? നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഷാർജ എന്ന എമിറേറ്റില് അൺലൈക്ക് ദുബായ് ഓർ അബുദാബി ഇത്തരം ഒരു മാസ്റ്റർ ഡെവലപ്മെന്റ് ഇല്ല. ഗവൺമെന്റ് ഇത്തരം ഒരു പ്രൊജക്റ്റുകളെ കുറിച്ച് 2015 കാലഘട്ടത്തിൽ തന്നെ ആലോചിച്ചു. 2017 സെപ്റ്റംബറിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. 100-ലധികം ടൗൺ ഹൗസസുമുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇത് 2017 സ്റ്റാർട്ട് ചെയ്തു. 2020-21 കാലഘട്ടത്തിലേക്ക് ഇത് കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്തു. പക്ഷേ അത് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഈ സെയിൽസ് സെന്റർ ആണ്. ഈ കാണുന്നത് സെയിൽസ് സെന്ററും ഒരു ഫംഗ്ഷൻ ഹാളും അവിടെയുണ്ട്. അത് ആദ്യമേ ഓപ്പൺ ചെയ്തു എലോങ് വിത്ത് ഓൾ ദീസ് അമ്യൂണിറ്റീസ്. അപ്പോൾ നിങ്ങൾ കാണാം, ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്, നിങ്ങൾക്ക് സ്കേറ്റ് പാർക്ക് ഉണ്ട്, ഒരു ഫുഡ് ട്രക്കും അതിനോട് ബന്ധപ്പെട്ട പാർക്കിംഗും ഉണ്ട്, ഒരു ഓപ്പൺ ഡോർ സിനിമയുണ്ട് അവിടെ. അതിനുശേഷം സൈമൾട്ടേനിയസ്ലി ഞങ്ങൾ ഫേസ് 2, ഇതാണ് ഫേസ് 2. ദിസ് ഈസ് കോൾഡ് ഈസ്റ്റ് വില്ലേജ്. ദിസ് ഈസ് കോൾഡ് ഈസ്റ്റ് വില്ലേജ്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് ബുലവാർഡ് ബിൽഡിംഗ്സ്. ആ പ്രൊജക്റ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ, അതും കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നു ഇത്. അതിനുശേഷം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റുഡന്റ് അക്കോമഡേഷൻ. യെസ്, നെസ്റ്റ് സ്റ്റുഡന്റ് അക്കോമഡേഷൻ. UAE-യിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റുഡന്റ് ഹൗസിംഗ് പ്രൊജക്റ്റ് ആണിത്. വളരെ വിശാലമാണ്. കാരണം നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ നോക്കാം, നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം, അതായത് ഈ ഏരിയ ആണ് യൂണിവേഴ്സിറ്റികളുള്ളത്. ഓക്കെ, എല്ലാ യൂണിവേഴ്സിറ്റികളും ഈ പ്രദേശത്താണുള്ളത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുട്ടികൾക്ക് പെട്ടെന്ന് കമ്മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സൗകര്യം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ 12 ബിൽഡിങ്ങുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 12 ബിൽഡിങ്ങിൽ കുറെ ഗേൾസിനും കുറെ എണ്ണം ബോയ്സിനും വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് പ്രൊജക്ട് വി ഓപ്പൺ 4th phase. The 4th phase includes വിത റെസിഡൻസസും വിത ഹോട്ടലും വിത സർവീസ് അപ്പാർട്ട്മെന്റും ഇവിടെ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് കൂടാണ്ട് ഇവിടെ നിങ്ങൾ കാണുന്ന ഈ 16ഓളം സെപ്പറേറ്റ് ബിൽഡിങ്സും ഉണ്ട്. അപ്പോൾ എന്താണ് സ്റ്റാറ്റസ്? അത് ആണ് അടുത്തൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 1/5 ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തത് നമ്മൾ ഏകദേശം ഒരു 10,000-ഓളം യൂണിറ്റുകൾ നമ്മൾ ഓൾറെഡി മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞു. അതിൽ 7,000-ലധികം യൂണിറ്റുകൾ നമ്മൾ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്തു. ആൾക്കാർ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇതിലിപ്പോ എനിക്ക് ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തോന്നുന്നൊരു കാര്യം വെച്ചാല് ഇറ്റ്സ് ഫുൾ ഓഫ് ഗ്രീനറി, ട്രീസ് കുറെ ഉണ്ട്. ഇതൊരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി പ്രോജക്റ്റ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഈ മാസ്റ്റർ ഡെവലപ്മെന്റിന്റെ ഒരു മോഡൽ നോക്കിയിട്ട് പറയുന്നതിനേക്കാളും നിങ്ങൾ പുറത്തേക്ക് നോക്കിയാൽ മതി. പുറത്തോട്ട് നോക്കിയാൽ തന്നെ ഈ സെന്ററിന്റെ ഉള്ളിൽ തന്നെ യു ക്യാൻ സീ ദാറ്റ് ട്രീസ് ആർ an important player in all our development. ഇതാണ് ഷാജർ എക്സ്പീരിയൻസ് സെന്റർ. ഷാജർ എക്സ്പീരിയൻസ് സെന്റർ എന്ന് പറഞ്ഞാൽ, ഷാജർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ അറബിയിൽ അതിൻ്റെ അർത്ഥം ട്രീസ് എന്നാണ്. നമ്മൾ നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എത്രമാത്രം നമ്മൾ ട്രീസിനെ കുറിച്ച് അല്ലെങ്കിൽ മരങ്ങളെക്കുറിച്ച് എത്രമാത്രം കൺസേൺഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ്, നമ്മളുടെ പ്രൊജക്റ്റുകളിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞു. അപ്പം ഇത്രയധികം മരങ്ങൾ നമുക്ക് വെച്ച് പിടിപ്പിക്കണമെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റുകളിൽ നമുക്ക് ഇത്രയും മരങ്ങൾ വേണമെങ്കിൽ we need to have a nursery. That is a thought process. Okay. അപ്പോൾ അത്രയും മരങ്ങൾ വേണമെങ്കിൽ അതെങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഗ്രീനറി അല്ലാണ്ട് ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ ഇലക്ട്രിക് ബൈക്സിന്റെ അതേപോലെ ഇലക്ട്രിക് കാറുകളുടെ ഒക്കെ ഒരു ട്രാക്ക് കണ്ടു. വേറെ എന്തൊക്കെ അങ്ങനത്തെ അത് നമുക്ക് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട് സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി. STP പ്ലാന്റ് ഉണ്ട് നമുക്ക്, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. അപ്പോൾ നമ്മുടെ ഈ 10-25,000 അല്ലെങ്കിൽ 30,000 യൂണിറ്റുകളിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ അത് എല്ലാം നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ട്രീറ്റ് ചെയ്തിരിക്കുന്ന വാട്ടറാണ് നമുക്ക് തിരിച്ച് നമ്മുടെ ഇറിഗേഷനിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും അധികം വെള്ളം നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അതുകൊണ്ട് 30,000 എന്നുള്ള എണ്ണം നമുക്ക് അതിനേക്കാളും കൂടുതലാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൂടാണ്ട് എല്ലാ ബൈക്സ് നമുക്ക് ഇതിനുള്ളിൽ കൂടി ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട് ദേ ക്യാൻ റെന്റ് ഇറ്റ് ആൻഡ് കമ്മ്യൂട്ട് ക്വിക്ലി. ഇറ്റ്സ് എ ഇലക്ട്രിക് ബൈക്സ്. അതുകൂടാതെ നമുക്ക് ഒരു സസ്റ്റൈനബിലിറ്റി ലൈൻ എന്ന് പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ലൈൻ ഇതാണല്ലോ ബുലവാർഡ്. ഈ ബുലവാർഡ് ഇങ്ങനെ ചുറ്റി വരുമ്പോൾ നമുക്ക് ഏകദേശം 5 കിലോമീറ്ററോളം ഉള്ള ഒരു ലൈൻ വരുന്നുണ്ട്. നമ്മളൊരു ട്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ സസ്റ്റൈനബിലിറ്റി ലൈനിൽ കൂടി ഒരു ട്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ദിസ് ഈസ് വൺ ഓഫ് എ കൈൻഡ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ട്രാം പ്രൊജക്ട് ഇൻ ഷാർജ. പിന്നീട് വേറൊന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം മൻബാത്ത് മാർക്കറ്റ്. മൻബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ UAE ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. അത് അവരുടെ പ്രൊഡക്റ്റ് ഫാമേഴ്സുമായിട്ട് നമ്മളൊരു ടൈപ്പ് ആക്കിയിട്ട് അവരുടെ പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുവന്ന് നമ്മളുടെ പ്രൊജക്റ്റുകളിലും മറ്റു സ്ഥലങ്ങളിലും നമ്മൾ കൊണ്ടുപോയിട്ട് അത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും. എല്ലാ ഫ്രൈഡേ ഓർ സാറ്റർഡേ, സംടൈംസ് സൺഡേ, വി ഹാവ് ദിസ് മാർക്കറ്റ് ഹിയർ ആൻഡ് മിനിസ്ട്രി ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സപ്പോർട്ട് ഉണ്ട് അതിന്. ഇപ്പോൾ അൽജാദയുമായിട്ട് സൈനപ്പ് ചെയ്തിട്ടുള്ള പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? ഓക്കെ, പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള പാർട്ട്നേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഹോസ്പിറ്റാലിറ്റി പാർട്ട്ണറായിട്ട് വിത ഹോട്ടലും വിത ബ്രാൻഡഡ് അപ്പാർട്ട്മെന്റ്സും അഡ്രസ് ഹോട്ടലുണ്ട്. അതുകൂടാതെ ഇവിടെ റോവും ഉണ്ട്. അപ്പൊ ഈ 3 ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡുകളും MRന്റെ ആണ്, MR ഹോസ്പിറ്റാലിറ്റിയുടെ ആണ്. അപ്പൊ നമ്മൾ അവരുമായിട്ടുള്ള ഒരു ടൈപ്പ് ഉണ്ട്, ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്. നമ്മുടെ സ്കൂളുകൾ നമുക്ക് നേരത്തെ പറഞ്ഞു, നമുക്ക് സ്കൂള് ഇത് സാബിസ് ആണ്, അൽ ഷൈഫാത്ത്, ഇത് റാഫിൾസ് ആണ്, ഇന്നോവെഞ്ചർ. അത് കൂടാതെ നമ്മളുടെ പാർട്ട്ണർഷിപ്പ് ചോദിക്കുമ്പോൾ ഇത് മുഴുവനും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റീറ്റെയിൽ ആണ്. അപ്പോൾ റീറ്റെയിലിൽ നമുക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് F&B പാർട്ട്നേഴ്സ് ഉണ്ട്, നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് വേൾഡ് നോൺ ബ്രാൻഡ്സ് ആർ ദർ. പ്ലസ് സ്പിന്നീസുമായിട്ടുണ്ട്. സ്പിന്നീസ് നമ്മുടെ എല്ലാ പ്രൊജക്റ്റുകളിലും സ്പിന്നീസ് വരാറുണ്ട്. ലോക്കൽ ബ്രാൻഡ്സ് ആൻഡ് ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ആർ ദർ. അപ്പോൾ പല ബ്രാൻഡുകൾക്കും ദുബായ് മോളിലെ ഫാഷൻ അവന്യൂവിൽ ഔട്ട്ലെറ്റ് ഉള്ളവരാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. പിന്നെ വെൽഫിറ്റ്, അത് ഞങ്ങളുടെ തന്നെ ബ്രാൻഡാണ്. അവരാണ് ഫിറ്റ്നസ് ഏരിയയിലേക്ക് സീ ദാറ്റ് ഓൺ അവർ വേ. പ്ലസ് ബൗൺസ് ഓക്കെ, എന്റർടൈൻമെന്റ് ഏരിയ ആണ്. അതായത് ഇതൊരു എന്റർടൈൻമെന്റ് ഏരിയ ആണ്. ഫുഡ് ട്രക്സ് കാണുന്നുണ്ട് ആ ഒരു ഏരിയയിൽ. ഇത് നമ്മൾ അന്ന് പറഞ്ഞു ഒരു എന്റർടൈൻമെന്റ് ഏരിയ എന്ന് പറയുന്ന രീതിയിൽ നമ്മളിത് ആദ്യം തന്നെ ഓപ്പൺ ചെയ്തിരുന്നു ആൾക്കാർക്ക് വരുമ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് ലാസ്റ്റ് എക്സിറ്റ് പോലെ ഫുഡ് കണ്ടെയ്നേഴ്സ് 10-25 ഡിഫറെന്റ് ബ്രാൻഡ്സ്, ഡിഫറെന്റ് ഐഡിയാസ് ഉള്ള ഫുഡ് കോൺസെപ്റ്റുകളുള്ള ഫുഡ് ട്രക്കുകളാണ് അവിടെ. അപ്പോൾ ദാറ്റ് ഇസ് ഡൂയിങ് ഗുഡ്. ആൻഡ് just opposite to that we have opened the outdoor cinema. അപ്പോൾ ഔട്ട്ഡോർ സിനിമ ഫ്രീ ആണ്. ദിസ് ആർ ഓൾ ഫ്രീ. നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് സ്കേറ്റ് പാർക്ക്, ഇവിടെ ഒരു സ്കേറ്റ് പാർക്ക് ഉണ്ട്, നമുക്കത് പുറത്ത് പോകുമ്പോൾ കാണാം. ആ സ്കേറ്റ് പാർക്കിൽ നമ്മളുടെ വേൾഡ് സ്കേറ്റ് ചാമ്പ്യൻഷിപ്പ് നടത്തി. ഇവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്കേറ്റ് ചാമ്പ്യൻഷിപ്പ്. ദാറ്റ്സ് എ ക്വാളിഫയിങ് ഇവന്റ് ഫോർ ദ പാരീസ് 24 ഒളിമ്പിക് ഗെയിംസ്. ഓക്കെ, ആ ഒളിമ്പിക് ഗെയിംസിന്റെ
അത് നടത്തിയത് നമ്മുടെ സ്കേറ്റ് പാർക്കിലാണ്. ഓക്കേ. അത് നമ്മുടെ സ്കേറ്റ് പാർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ആൻഡ് പാർക്ക് അങ്ങനെ 2 തരത്തിലുള്ള ഗെയിംസ് ഉണ്ട് സ്കേറ്റിങ്ങിൽ. അത് രണ്ടുമുള്ള ഒരേ ഒരു സ്ഥലമാണ് ഇവിടെ. ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ചോദ്യമുണ്ട്, നമ്മളുടെ കോൺസെപ്റ്റ് തന്നെ ലിവ് വർക്ക് ആൻഡ് പ്ലേ. Live, work and play. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പം ഇതൊരു സിറ്റി ഇൻ വിതിൻ എ സിറ്റി എന്ന് പറയുമ്പോൾ ഈ സിറ്റിക്ക് പുറത്തു പോകാതെ തന്നെ ദേ ക്യാൻ ഹാവ് എവറിഥിങ് ഹിയർ. They can live here. There are a lot of residential apartments there. They can work in these, the commercial offices or in other parts, the hotel or മറ്റ് കാര്യങ്ങളിലൊക്കെ. അതുകൂടാണ്ട് പ്ലേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിറ്റ്നസ്സിനും എൻ്റർടൈൻമെൻറ്റും ഒക്കെ. അപ്പോൾ ആ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഏരിയ ഏറ്റവും വിശാലമായി ഇത് മുഴുവനും എൻ്റർടൈൻമെൻറ്റ്, ഇറ്റ്സ് എൻ എൻ്റർടൈൻമെൻറ്റ് ഡിസ്ട്രിക്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്ലേ ഏരിയാസ് ഉണ്ടോ? മുഴുവനും ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏരിയയാണ്. ഈ കാണുന്ന സ്കേറ്റ് പാർക്ക് ഉണ്ട്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്, വളരെ വിശാലമായിട്ടുള്ള ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്. ഡെവലപ്മെൻറ്റ്, ഏത് ഡെവലപ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് എവിടെയാണ് നമ്മൾ ലൊക്കേഷൻ. ലൊക്കേഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇന്ന് ഷാർജയിലുള്ള ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷനാണിത്. ഇത് നമുക്ക് കാണാം. ഇത് E311, അതായത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡാണ്. ഈ അൽജാദയുടെ വളരെ അടുത്തായിട്ട്, അതായത് നമ്മുടെ ബോർഡറിംഗ് അല്ല, ജസ്റ്റ് ഔട്ട്സൈഡ്. ഓക്കെ, ഫ്രം ദർ യു എൻ്റർ ആൻഡ് യു ക്യാൻ എൻ്റർ ഇൻ ടു ദ പ്രോജക്റ്റ്. ഓക്കെ, then the other one, that is University City Road. ആ സൈഡിൽ യൂണിവേഴ്സിറ്റി സിറ്റി റോഡാണ്. ഈ സൈഡിലാണ് നമ്മുടെ എയർപോർട്ട് ഉള്ളത്. എയർപോർട്ട് ഇസ് ദർ. നമുക്ക് ആ സൈഡിലേക്ക് നമുക്ക് കാണാം. ആരാധയുടെ മറ്റു പ്രോജക്ട്സിൽ നിന്ന് അൽജാദയെ വ്യത്യസ്തമാക്കുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെയാണ് അല്ലേ? ലൈക്ക് ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. യുണീക്ക് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ മിക്സ്ഡ് യൂസ് പ്രോജക്റ്റ്. ഒരു മിക്സ് യൂസ് ആയിട്ടുള്ള മാത്രമല്ല, ഇറ്റ്സ് എ യുണീക്ക് പ്രോഡക്റ്റ്, ഇറ്റ്സ് എ വൺ ഓഫ് എ കൈൻഡ് പ്രോഡക്റ്റ്. There are not many projects like this in the entire UAE. Okay. അതാണ് ഇതിന്റെ പ്രത്യേകത. ഷാർജയിൽ ഇത് വേറെ ഒന്നും ഇല്ല എന്നുള്ളത് 100% ഷുവർ. ഓക്കെ. അപ്പോൾ ഇതാണ് അൽജാദ എന്നൊരു പ്രോജക്റ്റിന്റെ പ്രാധാന്യവും അതിന്റെ വലിപ്പവും ഒക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഷാർജ എമിറേറ്റിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന അൽജാദ എന്ന ഈ ഒരു പ്രോജക്റ്റിൽ നിങ്ങൾക്കും ഭാഗമാകാം. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.